നല്ല രാത്രിക്കായി ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചതിനായിട്ട് ദൈവത്തിന് മഹത്വം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ലേഖനത്തെ നമ്മൾ 3ആയി വിഭാഗിച്ച് പഠിക്കുന്നു. ആദ്യത്തെ ഭാഗം അതിന്റെ 1-2 അധ്യായങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ. 2-ാം ഭാഗം അതിന്റെ 3-4 അധ്യായങ്ങൾ, ഉപദേശപരമായ വിഷയങ്ങൾ. 3-ാമത്തെ ഭാഗം അതിന്റെ 5-6 അധ്യായങ്ങൾ, ജീവിതപരമായ വിഷയങ്ങൾ. 1-ാമത്തെ ഭാഗത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് വ്യക്തിപരമായ വിഷയങ്ങൾ. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കയറി. 2-ാമത്തെ അധ്യായത്തെ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് വിഭാഗിച്ച് പഠിക്കുന്നു. അതിന്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ പൗലോസിന്റെ അപ്പോസ്തലത്വത്തിന്റെ ഔദ്യോഗിക അംഗീകരണം. 2-ാം ഭാഗം അതിന്റെ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ തന്റെ ഇടപെടലിന്റെ നൈർമല്യം. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഈ രാത്രികാലം അതിന്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിപ്പാൻ തക്കവണ്ണം ശരണപ്പെടുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 15 to 21. നമ്മൾ 11 മുതലുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. 14 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചായിട്ട് എന്താണ് നമ്മൾ ചിന്തിച്ചതെന്ന് മനസ്സിലാക്കുവാനായിട്ട്. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? സ്തോത്രം. അപ്പോസ്തലനായ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം യഹൂദനോടും ജാതിയോടും ദൈവത്തിന് യാതൊരു മുഖപക്ഷവുമില്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം യോപ്പയിൽ വെച്ച് ആദ്യമായി ദർശനം നൽകിയവനായിരുന്നു അപ്പോസ്തലനായ പത്രോസ്. എന്നാൽ ഈ വിഷയത്തിൽ പത്രോസ് പരാജയപ്പെടുന്നതായി നാം കാണുന്നു. അന്ത്യോക്യയിൽ വരുമ്പോൾ ആദ്യം അവൻ ജാതികളോടുകൂടെ തിന്നുകുടിച്ചു. എന്നാൽ പിന്നീട് യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരുമ്പോൾ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിന്മാറുന്നതായിട്ട് നാം കാണുന്നു. ദൈവസന്നിധിയിൽ അവൻ കപടം കാണിച്ചത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അവനെ ശാസിക്കുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ 15-ാമത്തെ വാക്യം കണ്ടിന്യൂ ചെയ്താൽ, നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല യഹൂദന്മാരത്രേ. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല യഹൂദന്മാരത്രേ. നാം, ഈ നാം എന്നതില് പൗലോസും പത്രോസും അതുപോലെ അന്ത്യോക്യയിലെ യഹൂദ ക്രിസ്ത്യാനികളും ഉൾപ്പെടും. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല. അതായത് ദൈവത്തെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചും അറിവില്ലാതെ വളർന്നു വന്ന ജാതികളായ പാപികളല്ല നാം ഓരോരുത്തരും എന്നാണ് പൗലോസ് പറയുന്നത്. മറിച്ച് യഹൂദന്മാരത്രേ. അതായത് യഹൂദ ജാതിയുടെയും യഹൂദ മാതാപിതാക്കളുടെയും പിന്തുടർച്ചക്കാരാണ് നമ്മൾ ഓരോരുത്തരും. യഹൂദ മാതാപിതാക്കന്മാരിൽ ഉണ്ടായവരാ നമ്മള്. യഹൂദ ജാതിയുടെ മതാചാര പ്രകാരം ജീവിച്ചു വന്നവരാ നമ്മള്. അതാണ് 15-ാം വാക്യത്തിൽ പറയുന്നത്. നാം, അതായത് പത്രോസും പൗലോസും അന്ത്യോക്യയിലെ യഹൂദ ക്രിസ്ത്യാനികളൊക്കെയും സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, മറിച്ച് യഹൂദന്മാരത്രേ. 16-ാം വാക്യം,
എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് പല ആധുനിക മതവക്താക്കൾക്കും ഇതുവരെ ഈ കാര്യം മനസ്സിലായിട്ടില്ല. ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ക്രിസ്തീയ മതത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർക്ക് പോലും ഇതേക്കുറിച്ച് വലിയ ധാരണയില്ല. ബൈബിൾ വായിക്കാതെ സഭ പറയുന്ന പ്രമാണം മാത്രം അനുസരിച്ച് നടക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ കഴിഞ്ഞു കിടക്കുക. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കൊണ്ട്. ഒന്ന് കണ്ടിന്യൂ ചെയ്താട്ട്. എന്നറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. ഇത് നമുക്കറിയാവുന്നത് കൊണ്ട് നാം ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. 16 വാക്യം ഒന്ന് കണ്ടിന്യൂ ചെയ്താട്ട്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. സങ്കീർത്തനം 143 അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ചാട്ട്. Psalms 143:2. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. ഇത് ദാവീദ് പഴയ നിയമ കാലത്ത് തന്നെ ഗ്രഹിച്ച കാര്യമാണ്. ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ല. പ്രവൃത്തികളാൽ ഒരു മനുഷ്യന് നീതീകരിക്കപ്പെടുന്നില്ല. രണ്ടാമതൊരു വേദഭാഗം പുതിയ നിയമത്തിൽ നിന്ന് റോമാലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അതായത് ന്യായപ്രമാണം എന്ന നിയമം നിലവിൽ വന്നപ്പോൾ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മനുഷ്യർക്ക് കിട്ടി. എന്നാൽ കൊടുത്ത നിയമങ്ങളോ മനുഷ്യന് അനുസരിക്കുവാൻ തക്കവണ്ണം സാധിക്കാത്തതായിരുന്നു. അങ്ങനെ അവൻ കുറ്റക്കാരനായി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുവരെ ഒരു നിയമമില്ലായിരുന്നു. ഒരു നിയമം വരുമ്പോഴാണ് അത് ലംഘിക്കുമ്പോൾ ഒരുവൻ കുറ്റക്കാരനാകുന്നത്. അതുവരെ അവൻ കുറ്റക്കാരനാകുന്നില്ല, കാരണം നിയമം നിലവിലില്ല. ഇവിടെ ന്യായപ്രമാണം എന്ന നിയമം നിലവിൽ വന്നപ്പോൾ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മനുഷ്യന് കിട്ടി. ഇന്നത് ചെയ്താൽ പാപമാണ്, ഇന്നതുപോലെ ജീവിക്കണം എന്നുള്ള ഡയറക്ഷൻസ് ന്യായപ്രമാണം കൊടുത്തു. എന്നാൽ ഈ കൊടുത്ത നിയമങ്ങൾ മനുഷ്യന് അനുസരിക്കുവാൻ തക്കവണ്ണം കഴിയാത്തതായിരുന്നു. അങ്ങനെ അവൻ പാപിയായി, അങ്ങനെ അവൻ കുറ്റക്കാരനായി തീർന്നു. സ്തോത്രം. അതവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ
പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. സ്തോത്രം. ഞാൻ ഒരിക്കലും അത് പറഞ്ഞതാന്ന് തോന്നുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ടില് അവിടെ സ്പീഡ് ലിമിറ്റിന്റെ ഒരു ബോർഡ് വെക്കാത്തിടത്തോളം നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ പോകാം. എന്നാൽ ഒരു ദിവസം അവിടെ കൊണ്ടുവന്ന് 120 എന്നുള്ള ഒരു ബോർഡ് കൊണ്ട് വെച്ചാൽ പിന്നെ വണ്ടി ഓടിക്കുമ്പം 120 മേളിൽ പോയാൽ അത് കുറ്റമാണ്, നമുക്ക് ഫൈൻ കിട്ടും. നമുക്ക് അറിയാവുന്നതുപോലെ അതുവരെയും ഒരു നിയമം നിലവിൽ വന്നിട്ടില്ലായിരുന്നു. നിയമം നിലവിൽ വന്ന ശേഷം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മനുഷ്യർക്ക് കിട്ടി. അപ്പോൾ അക്കാര്യങ്ങൾ ലംഘിച്ചാൽ അവൻ കുറ്റക്കാരനായിത്തീരും, അവൻ പാപിയായിത്തീരും. മൂന്നാമത്തെ ഒരു വേദഭാഗം കൂടെ, അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചിട്ട്, റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 21. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവെങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവെങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, അതിൽ യഹൂദനും യവനെന്നുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, കറുത്തവനും വെളുത്തവനുമെന്നില്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. ആരിൽ വിശ്വസിക്കണം? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ആ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതായത് നീതീകരണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരുവന് ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 14-ാമത്തെ വാക്യത്തില് പൗലോസ് പത്രോസിനോട് പറഞ്ഞു, ഈ തുടങ്ങിയ വാക്കുകള് അതെവിടെയാ തീരുന്നതെന്നും മറ്റുള്ളവരോടുള്ള പ്രബോധന വാക്കുകൾ എവിടെ തുടങ്ങുന്നുവെന്നും തീരുമാനിക്കാൻ തൊക്കണം കുറച്ച് പ്രയാസമാണ്. 14-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്ന കാര്യങ്ങൾ. എന്നാല് 21-ാമത്തെ വാക്യം വരെ പൗലോസ് പത്രോസിനോട് പറഞ്ഞ വാക്കുകളാണ് എന്ന് ചിന്തിക്കുന്നതാണ് യുക്തി. അതിന്റെ കാരണം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ എന്ന് ഗലാത്യരോട് നേരിട്ട് പറയുന്നത് കൊണ്ട് അതുവരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പത്രോസിനോട് പറയുന്നതാണ് എന്ന് നമുക്ക് കരുതാം. സ്തോത്രം. 17-ാമത്തെ വാക്യം വായിച്ചാട്ട്, എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികളെന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ ഒരു നാളും അല്ല. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികളെന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ ഒരു നാളുമല്ല. ഇത് വിശദീകരിക്കാൻ പ്രയാസമുള്ള ഒരു വാക്യമാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്കത് മനസ്സിലാക്കാം. ESV എന്ന് വായിച്ചാട്ട്, But if in our endeavor to be justified in Christ, we too were found to be sinners, is Christ then a servant of sin? Certainly not. But if in our endeavor, അതായത് നമ്മുടെ പ്രയത്നത്താൽ, to be justified in Christ, കർത്താവിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടണമെങ്കിൽ, we too were found to be sinners, is Christ then a servant of sin? Certainly not. ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ തക്കണം ഞാൻ അതിന്റെ KJV പരിഭാഷ ഒന്ന് നോക്കി. ഇപ്രകാരം എഴുതിയിരിക്കുന്നു, but if while we seek to be justified by Christ, we ourselves also are found sinners, is therefore Christ the minister of sin? God forbid. If he say God forbid, എന്താ അതിന്റെ അർത്ഥം? We are expressing our hope that something will not happen. അതായത് നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്, ഒരു കാലത്തും അത് നടക്കത്തില്ല എന്ന്. ഇവിടെ ഗോഡ് ഫോർബിഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്.
അതായത് ഞാൻ പറഞ്ഞ ഈ വാക്യം വിശദീകരിക്കാൻ കുറച്ച് പ്രയാസമുള്ള വാക്യമാണ്. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നോ ഒരു നാളുമല്ല. അതായത് പൗലോസിന്റെ എതിരാളികൾ അവനെക്കുറിച്ച് പറഞ്ഞു വരുത്തി ക്രിസ്തുവിനാൽ മാത്രം നീതീകരിക്കപ്പെടുവാനും ന്യായപ്രമാണത്തിന്റെ വിലകൾക്ക് വിധേയപ്പെടാതിരിക്കാനുമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നാം പാപത്തിന് ലൈസൻസ്, നാം പാപത്തിന് അനുവാദം കൊടുക്കുകയായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് നാം നീതീകരിക്കപ്പെടുവാനും ന്യായപ്രമാണത്തിന്റെ വിലകൾക്ക് വിധേയപ്പെടാതിരിക്കാനുമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നാം പാപത്തിന് ലൈസൻസ് കൊടുക്കുകയായിരിക്കും. പൗലോസിന്റെ എതിരാളികൾ അവനെക്കുറിച്ച് പറഞ്ഞ കാര്യം. കർത്താവായ യേശു ക്രിസ്തുവിലെ സൗജന്യമായ കൃപ പാപത്തിൽ തുടരുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്ന് വരും. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലെ സൗജന്യമായിട്ടുള്ള കൃപ പാപത്തിൽ തുടരുവാൻ തക്കവണ്ണം ഒരുത്തനെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കൃപ നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് നമുക്ക് പാപത്തിൽ തുടരുവാൻ തക്കവണ്ണം കഴിയുമെന്നൊരാളെ പ്രേരിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്ന് വരും. അതവിടെ എഴുതിയിരിക്കുന്നത്. സദാചാര നിയമങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള കടപ്പാടിൽ നിന്ന് ക്രിസ്ത്യാനികൾ സുവിശേഷം മൂലം മോചിപ്പിക്കപ്പെട്ടവരാണെന്ന് പൗലോസ് പ്രസംഗിച്ചുവെന്ന് ഈ യഹൂദവാദികൾ കുറ്റപ്പെടുത്തി. അവനെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ യഹൂദവാദികൾ പറഞ്ഞു വരുത്തി. എന്താ പറഞ്ഞത്? സദാചാര നിയമങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള കടപ്പാട് എല്ലാവർക്കും ഉണ്ട്. ആ സദാചാര നിയമങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള കടപ്പാടിൽ നിന്ന് ക്രിസ്ത്യാനികൾ സുവിശേഷം മൂലം മോചിപ്പിക്കപ്പെട്ടവരാണെന്ന് പൗലോസ് പ്രസംഗിച്ചു എന്ന് അവർ കുറ്റപ്പെടുത്തി. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, നിങ്ങൾ നീതീകരിക്കപ്പെടും, നിങ്ങൾക്ക് പിന്നെ എങ്ങനെ വേണേലും ജീവിക്കാം, ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പൗലോസ് പ്രസംഗിച്ചതായിട്ട് ഇവർ പറഞ്ഞു വരുത്തിയെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട സ്വഭാവത്തിന് നിരക്കാത്തതാണ് ഈ ചിന്തയെന്ന് അപ്പോസ്തലനായ പൗലോസ് തെളിയിക്കുക ഈ വാക്യത്തിൽ കൂടി. ദൈവം പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്നില്ല. അത് ദൈവത്തിന് വെളിപ്പെടുത്തപ്പെട്ട സ്വഭാവമാണ്. ആ സ്വഭാവത്തിന് നിരക്കാത്തതാണ് യഹൂദന്മാരുടെ ഈ ചിന്തയെന്ന് പൗലോസ് ഈ വാക്യത്തിൽ കൂടി തെളിയിക്കുന്നു. ആ ചിന്ത പോലും അപ്രിയമാണെന്ന് ഒരു നാളുമില്ല, ഗോഡ് ഫോർബിഡ് എന്ന വാക്കിനാൽ പൗലോസ് വ്യക്തമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വിഷയത്തെക്കുറിച്ച് പൗലോസ് കൂടുതൽ അവസാനത്തെ 2 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ലേഖനത്തിന്റെ ഒടുവിലത്തെ 2 അധ്യായങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൂടുതലായിട്ട് പറയുന്നുണ്ട്. നമുക്ക് 12-ാം വാക്യത്തിലേക്ക് പോകാം. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരനെന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരനെന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ഇവിടെ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പത്രോസിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിന്റെ കാരണം പത്രോസ് തന്നെയാണ് ആദ്യമായിട്ട് ജാതികൾക്ക് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തത്. ദൈവം ആദ്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകിയത് അപ്പോസ്തലനായ പത്രോസിനാണ്. ജാതികളോടുള്ള ദൈവത്തിന്റെ സമീപനം എന്തെന്ന് ദർശനത്തിലൂടെ ദൈവം ആദ്യം മനസ്സിലാക്കി കൊടുത്തത് പത്രോസിനാണ്. പ്രവർത്തിയുള്ള പുസ്തകം എടുത്താട്ടെ, 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 11 വേഴ്സ് 2.
പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. സ്തോത്രം. ഇവിടെ ജാതികളോടുകൂടെ ഭക്ഷിച്ചതിനെ പറ്റി പരിച്ഛേദനക്കാർ അവനോട് വാദിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ പത്രോസ് തന്നെയാണ് താഴ്ത്ത് വായിക്കുന്നവരെ അവരോട് എതിർത്തു നിന്നതും. ഈ ജാതികളോടുള്ള യഹൂദന്മാരുടെ വേർകൃത്യം എന്ന മതിൽ പൊളിച്ചത് പത്രോസ. അവരെ മാറ്റി നിർത്തിയ അപ്രവണത നീക്കിയത് അപ്പോസ്തലനായ പത്രോസ. എന്നാൽ ഇപ്പോൾ പത്രോസ് തന്റെ സ്റ്റാൻഡ് മാറ്റുന്നു. ഒരിക്കൽ പൊളിച്ച മതിൽ ഇപ്പോൾ പണിയാൻ തുടങ്ങുന്നു. അങ്ങനെയെങ്കിൽ താൻ ലംഘനക്കാരനെന്ന് തന്നെ തെളിയിക്കുന്നു. അതായത് ഇപ്പോൾ പത്രോസ് ചെയ്തത് ശരിയാണെങ്കിൽ മുൻപ് അവൻ ചെയ്തത് തെറ്റാണെന്ന് പരസ്യമായിട്ട് സമ്മതിക്കുക. ഇപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ചെയ്തത് തെറ്റാണെങ്കിൽ മുൻപ് അവൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ സമ്മതിക്കുക. അതായത് നീതീകരണത്തിന് ക്രിസ്തുവേശു മൂലമുള്ള വിശ്വാസം മാത്രം മതി എന്നത് നിഷേധിച്ചാൽ ന്യായപ്രമാണ നീതിയെ വീണ്ടും സ്ഥാപിക്കുവാൻ തക്കൊണ്ട് അവൻ ശ്രമിക്കുക. അപ്പോസ്തലനായ പത്രോസ് പഠിപ്പിച്ചത് നീതീകരണത്തിന് കർത്താവായ യേശു ക്രിസ്തു മൂലമുള്ള വിശ്വാസം മാത്രം മതി. ഇക്കാര്യം അവൻ നിഷേധിച്ചാൽ ന്യായപ്രമാണ നീതിയെ വീണ്ടും സ്ഥാപിക്കുവാൻ തക്കൊണ്ട് പൗലോസ് ശ്രമിക്കുക. അങ്ങനെ അവൻ ലംഘനക്കാരനെന്ന് തെളിയിക്കുക. ഇതാണ് പൗലോസ് തിരുത്തുവാൻ തക്കൊണ്ട് ശ്രമിക്കുന്നത്. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരനെന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ഇവിടെ ഞാൻ എന്ന വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പത്രോസിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. 19-ാം വാക്യം. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ന്യായപ്രമാണത്തിന് ജീവിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല, കൊല്ലാനേ കഴിയത്തുള്ളൂ. റോമലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് എടുത്തായിട്ട്. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 19. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പറയുന്നുവെന്ന് നാം അറിയുന്നു. അതായത് ന്യായപ്രമാണം എല്ലാവർക്കും മരണവിധിയാ ഉച്ചരിച്ചത്. അങ്ങനെ ഏതുവായും അടഞ്ഞ് ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിനത്രേ. അങ്ങനെ സകല ലോകവും ദൈവത്തിന്റെ മുൻപാകെ ശിക്ഷായോഗ്യരായി. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണം സംബന്ധമായിട്ട് മരിച്ചു. ന്യായപ്രമാണത്തിന് ജീവിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല, അതിന് കൊല്ലാനേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട്. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 4 to 6. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. സ്തോത്രം. അതിന്റെ 6-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. അതായത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ സങ്കല്പിക്കുക. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായിട്ട്
മറ്റൊരു പുരുഷനെ ഭർത്താവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം സ്വാതന്ത്ര്യമുള്ളവളായി തീരുന്നത് പോലെ നമുക്ക് ഇനി ന്യായപ്രമാണം അനുസരിക്കാൻ കടപ്പാടില്ല. അതാ പൗലോസ് ഇവിടെ പറയുന്നത്. നാം ഇനി ക്രിസ്തു എന്ന പുരുഷനോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം സ്വാതന്ത്ര്യമുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളിൽ നിന്ന് നാം ഒഴിവുള്ളവരായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരാം 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ മതി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നത്? I have been crucified with Christ. It is no longer. മതി. I have been crucified with Christ. താങ്കൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്ന് ഇംഗ്ലീഷ് ചോദിക്കുന്നത് എങ്ങനെയാ? How long have you been married? അങ്ങനല്ലേ ചോദിക്കുന്നത്. It implies that you are still married. എന്ന് പറഞ്ഞതുപോലെ I have been crucified എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് you are still crucified എന്ന. ഒരിക്കൽ ക്രൂശിക്കപ്പെട്ടു, ഇപ്പോഴും ക്രൂശിക്കപ്പെട്ടു തന്നെയായിരിക്കുന്നത്. എന്താണ് ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ക്രൂശിച്ചത്? റോമാലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അതായത് പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങൾ. ഇങ്ങനെ തങ്ങളെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ചവർ പ്രതീകാത്മകമായി ചെയ്യുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന കർത്താവിന്റെ കൽപ്പനയാണ് വിശ്വാസ സ്നാനം. സ്തോത്രം. അതായത് കർത്താവിന്റെ മരണ, അടക്ക, പുനരുത്ഥാനങ്ങളോടുള്ള ഏകീഭാവം. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ മൂലഭാഷയിലെ ആശയം ഞാൻ ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 20-ാം വാക്യം കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഈ പുതിയ മനുഷ്യനിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. കൊലോസ്യ ലേഖനം എന്നെടുത്താട്ട് 1-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ. ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 26 and 27. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. സ്തോത്രം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും. എന്താണ് മർമ്മം? മറഞ്ഞു കിടക്കുന്ന സത്യം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട്, അതായത് തന്റെ വിശുദ്ധന്മാരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അത് പൂർവ്വകാലങ്ങൾ മറഞ്ഞു കിടന്നതായിരുന്നു. പഴയ തലമുറയ്ക്ക് മറഞ്ഞു കിടന്നതായിരുന്നു ഈ മർമ്മം, ഹിഡൻ ട്രൂത്ത്. ഇപ്പോൾ അത് ദൈവം തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു.
അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അതായത് ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമ്മളോട്, ജാതികളോട് ദൈവത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ കൊണ്ടും ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം എന്തായിരുന്നു? ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നത് തന്നെ. ആ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നതാണ് ആ മർമ്മം. സോ ഒന്നാമത് ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. ഒരു വേദഭാഗത്തോടുള്ള ബന്ധത്തിലെടുത്താട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. 1 Corinthians chapter 6 verse 19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. ഈ വാക്യം അനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മിൽ ഇരിക്കുന്നു, അല്ലേ? അപ്പോൾ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു, പരിശുദ്ധാത്മാവും നമ്മിലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചാട്ട്, ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 9. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതായത് ക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും വസിക്കുന്നു. അപ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? ചുരുക്കത്തില് ക്രിസ്തുവും പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കുന്നുവെങ്കിൽ മുഴു തൃത്വവും നമ്മിൽ വസിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ഇപ്പോൾ ഒരു സംശയം തോന്നും, പിതാവ് നമ്മിൽ വസിക്കുന്നുണ്ടോ എന്നല്ലേ? യോഹന്നാന്റെ സുവിശേഷം ഒന്ന് എടുത്താട്ട് 14-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. സ്തോത്രം. യേശുവിന്റെ വാക്കുകൾ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ആരെ? ഞങ്ങൾ, ഞാനും എന്റെ പിതാവും ദൈവത്തിന്റെ ആത്മാവും ഞങ്ങൾ ഒരുമിച്ച് വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ആരുടെ കൂടെ വാസം ചെയ്യുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ, യേശുവിനെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അതായത് പിതാവാം ദൈവത്തിന് നമ്മെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മുൻപിലുള്ള മാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്നേഹിക്കുക എന്നതാ. യേശുവിനെ സ്നേഹിക്കാത്ത ഒരുവൻ പിതാവിനെ സ്നേഹിക്കുന്നില്ല എന്നല്ലേ ആ വാക്യത്തിന്റെ അർത്ഥം? രക്ഷയിലേക്കുള്ള മാർഗം കർത്താവായ യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തു ഇല്ലാതെ ഒരു മനുഷ്യനും പിതാവിനെ കാണുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. രണ്ടാമതൊരു വേദഭാഗം കൂടി, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. സ്തോത്രം. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ദൈവത്തിന് സ്തോത്രം. പിതാവ് നമ്മുടെ കൂടെ വസിക്കുന്നുണ്ടോ? യെസ്. എല്ലാവർക്കും മീതെയുള്ളവൻ, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരിലും ഇരിക്കുന്നവൻ എന്നാണ് നമ്മൾ വായിച്ചത്. എല്ലാവർക്കും ദൈവവും പിതാവുമായ ഒരുവൻ.
ദൈവത്തിന് സ്തോത്രം. 20-ാം വാക്യം കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, വായിച്ചാട്ട്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത, അതായത് സ്വയം യാഗമായ ദൈവപുത്രൻ, ആ ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട് നമ്മൾ ചിന്തിച്ച വേദഭാഗമാണല്ലോ. ഗലേഷ്യൻസ് chapter 1:3. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തില് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് വായിക്കുന്നു. സ്തോത്രം. അതും എന്നെ സ്നേഹിച്ച്. ഹല്ലേലൂയ. അതായത് യേശു എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ അവനായി ഏൽപ്പിക്കുന്നു. യേശു വ്യക്തിപരമായിട്ടാണ് നമ്മെ സ്നേഹിച്ചത്. വ്യക്തിപരമായിട്ട് യേശു എന്നെ സ്നേഹിച്ചതുപോലെ വ്യക്തിപരമായി ഞാനും അവനെ സ്നേഹിക്കുന്നു. അതാ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം. രക്ഷ വ്യക്തിപരമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ ജീവിച്ചതുകൊണ്ട് നാം രക്ഷിക്കപ്പെടുകയില്ല. അത് വ്യക്തിപരമാണ്, നാം ചെയ്യേണ്ട കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു എന്നെ വ്യക്തിപരമായിട്ടാണ് സ്നേഹിച്ചത്. വ്യക്തിപരമായി എനിക്ക് വേണ്ടി അവനെ തന്നെ ഏൽപ്പിച്ചു. എന്റെ പാപത്തിനു വേണ്ടി. അതാ നമ്മൾ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അതുപോലെ ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ അവനായി ഏൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 21-ാമത്തെ വാക്യം. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. യഹൂദവാദികളും ഇപ്പോൾ പത്രോസും ചെയ്യുന്നത് പോലെ വീണ്ടും ന്യായപ്രമാണ ആചാരം പ്രസംഗിക്കുകയാണെങ്കിൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചത് വെറുതെയായി എന്ന് തെളിയിക്കുക. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയാ. യഹൂദവാദികൾ അങ്ങനെ ചെയ്തു. ഇപ്പോൾ പത്രോസ് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ വീണ്ടും ന്യായപ്രമാണ ആചാരം പ്രസംഗിക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പിന്നെ എന്തിനാണ് ക്രൂശിൽ മരിച്ചത്? ആ ന്യായപ്രമാണം പ്രമാണിച്ച് ജീവിച്ചാൽ പോരായിരുന്നോ? എബ്രായ ലേഖനം 7-ാം അധ്യായം 11-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഹീബ്രൂസ് chapter 7 verse 11. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസേദക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ വന്നോ? വന്നില്ല. അവിടെ പൗലോസ് പറയാണ് ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിലല്ലേ ജനത്തിന് ന്യായപ്രമാണം ദൈവം കൊടുത്തത്.
അവര് അതിന് കീഴല്ലേ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അങ്ങനെയെങ്കിൽ അഹ്റോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? ലേവിയ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അഹ്റോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? ഒരാവശ്യമില്ലായിരുന്നു. സമ്പൂർണത വരാഞ്ഞത് കൊണ്ടാ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വന്നത്. സംഖ്യാപുസ്തകം 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 3 വേഴ്സ് 10. അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യം നടത്തുവാൻ നിയമിച്ചാക്കേണം. അടുത്തു വരുന്ന അന്യൻ മരണശിക്ഷ അനുഭവിക്കണം. അഹ്റോന്റെ പൗരോഹിത്യം ലേവി ഗോത്രമല്ലാതെ സ്വമേധ എടുക്കുന്നവന് മരണശിക്ഷ കിട്ടും. സ്തോത്രം. ഇന്നത്തെ പുരോഹിതന്മാർ ഏത് ഗോത്രത്തിലാണ് പെടുന്നത്? വചനം ഓർമ്മിപ്പിക്കുന്നു, അഹ്റോന്റെ പൗരോഹിത്യം ലേവി ഗോത്രമല്ലാതെ സ്വമേധ എടുക്കുന്നവന് മരണശിക്ഷ കിട്ടുമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ഇടയിലുള്ള പുരോഹിതന്മാർ ഏത് ഗോത്രത്തിൽ പെടുന്നവരാ? ലേവി ഗോത്രക്കാരാണോ? വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവും ഇല്ലാത്തവരായിരുന്നു നമ്മളെന്ന്. അങ്ങനെയെങ്കിൽ മരണശിക്ഷ ചോദിച്ചു വാങ്ങുകയല്ലേ? സ്തോത്രം. ഇനി മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരമാണോ? അങ്ങനെയെങ്കിൽ മൽക്കീസേദക്കിന് പൗരോഹിത്യ വസ്ത്രമില്ല, തൊപ്പിയില്ല, അംശവടിയില്ല, ഒന്നുമില്ല. രാജപുരോഹിതനായിരുന്ന ക്രിസ്തുവിന്റെ നിഴലായിരുന്നു മൽക്കീസേദക്ക്. നമ്മുടെ പൗരോഹിത്യത്തിന്റെ റൂട്ട് വേറെയാ. അത് പലപ്പോഴും ഇന്നും പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല. നമ്മൾ പാട്ട് പാടാറുണ്ട്, വീണ്ടെടുക്കപ്പെട്ട കൂട്ടർ നമ്മൾ, രാജപുരോഹിത വംശം നമ്മൾ, വിശുദ്ധന്മാർ സ്വന്ത ജനവും നമ്മൾ, വിശ്വാസത്തിൻ സത്യസാക്ഷികൾ നാം. രാജപുരോഹിത വർഗം. ദൈവത്തിന് സ്തോത്രം. രാജപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നു മൽക്കീസേദക്ക്. ആ റൂട്ടാണ് നമ്മുടെ പൗരോഹിത്യം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ പുരോഹിതന്മാര് അവർ ചെയ്യുന്ന കാര്യങ്ങൾ വചനപ്രകാരം, സ്തോത്രം, ഒരു മരണശിക്ഷ ചോദിച്ചു വാങ്ങുകയാണെന്ന കാര്യം നാം ഓർത്തിരിക്കുക. 21-ാം വാക്യം കണ്ടിന്യൂ ചെയ്താട്ട് ഒരിക്കൽ കൂടി. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. അതായത് ന്യായപ്രമാണത്താൽ നീതി വരാത്തത് കൊണ്ടാ ക്രിസ്തു മരിച്ചതെന്ന് അർത്ഥം. അങ്ങനല്ലേ അതിന്റെ അർത്ഥം? സ്തോത്രം. ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. അതായത് ന്യായപ്രമാണത്താൽ നീതി വരാത്തത് കൊണ്ടാ ക്രിസ്തു മരിച്ചത്. ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ കാരണമില്ലാതെ, ആവശ്യമില്ലാതെ ക്രിസ്തു മരിച്ചു എന്ന് വരും. ന്യായപ്രമാണത്താൽ അതാണ് നീതി വന്നിരുന്നതെങ്കിൽ യാതൊരു കാരണവും കൂടാതെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്ന് വരും. ചുരുക്കി പറയട്ടെ, ഈ ലോകത്തിൽ 2 നിലകളിലെ രക്ഷ പ്രാപിക്കുവാൻ കൊണ്ട് മനുഷ്യന് കഴിയത്തുള്ളൂ. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം കൃപയാലുള്ള രക്ഷ. 2, മനുഷ്യ പ്രയത്നം മൂലമുള്ള രക്ഷ. മനുഷ്യൻ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വന്തം പ്രയത്നത്തിലൂടെ എത്ര ശ്രമിച്ചാലും
അവന്റെ നീതി പ്രവർത്തികൾ ദൈവത്തിന്റെ മുൻപിൽ കറപുരണ്ട വസ്ത്രം പോലെ ഇരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മനുഷ്യപ്രയത്നം മൂലമുള്ള രക്ഷ അസാധ്യമാണ്. ഹല്ലേലൂയ. എന്ന് വെച്ച് നീതി ചെയ്യേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. നാം നീതി ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടവരുമാ. പക്ഷേ രക്ഷ പ്രാപിക്കുവാനുള്ള റൂട്ട് വേറെയാ. അത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മൂലം കൃപയാലുള്ള രക്ഷയാണ് നാം പ്രാപിച്ചത്. നീതീകരിക്കപ്പെടുക എന്ന വിഷയം നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് നാം നേടിയതല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ നാം വിശ്വസിച്ചത് കൊണ്ട് പിതാവായ ദൈവം നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചതാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ലോകത്തിൽ രണ്ട് നിലകളിലെ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം മനുഷ്യന് കഴിയത്തുള്ളൂ. ഒന്ന്, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മൂലം കൃപയാലുള്ള രക്ഷ. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഏക ഓപ്ഷനും അതാ. രണ്ട്, മനുഷ്യപ്രയത്നം മൂലമുള്ള രക്ഷ. മനുഷ്യപ്രയത്നം മൂലമുള്ള രക്ഷ അസാധ്യവുമാണ്. അപ്പോൾ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ച് വേർതിരിച്ചു. കൃപയാൽ ഈ നീതീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വിളി എന്തെന്ന് മനസ്സിലാക്കി നീതീകരണത്തിന്റെ അനുഭവം പ്രാപിച്ച നാം ഓരോരുത്തരും ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയി ആ നിത്യത അവകാശമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.